ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഒരു കാര്യമായ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം കുറേ പേരായിട്ട് എന്നോട് ഇങ്ങനെ കമൻസിലും ഒക്കെ വരുന്നുണ്ട്. അത് പല പല ചോദ്യങ്ങളാണ് വരുന്നത്. ചോദ്യങ്ങൾ ഫോർ എക്സാമ്പിൾ, ചേച്ചിക്ക് ഫാറ്റി ലിവർ ഉണ്ടോ? ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെന്താണ്, ചേച്ചിയുടെ കിഡ്നി എന്തിനാണ് എടുത്തത്? ചേച്ചിക്ക് എന്തുകൊണ്ടാണ് ഒരു കിഡ്നി? പിന്നെ ഹിസ്റ്ററക്ടമി എന്തിനാണ് ചെയ്തത്? ഇങ്ങനെ പല 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 ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ ആയിട്ട് ആൻസറായിട്ട്, കാരണം ഇതിനൊക്കെ ഞാനിങ്ങനെ കമൻസിൽ ഇങ്ങനെ റിപ്ലൈ കൊടുക്കും. കാരണം ഇതൊക്കെ ഞാൻ പല പ്രാവശ്യമായിട്ട് എൻ്റെ വ്ളോഗ്സിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞ് പോയാൽ, കാരണം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും ഓരോന്നിനും എന്തൊക്കെയാണ് റീസൺസ് എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് ആവാം ഇങ്ങനെ ഓരോന്നിനും എന്താണ് റീസൺ ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർക്കും അതിനൊരു എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അത് നല്ല ഉദ്ദേശത്തിലാണ് കേട്ടോ, ഞാൻ മോശമായിട്ടല്ല പറയുന്നത്, നല്ല ഉദ്ദേശത്തിലാണ്. കാരണം ഇത് എങ്ങനെയാണിത് അസുഖം വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ ആൾക്കാർക്കും അറിയണമല്ലോ. എങ്ങനെയാണിത് വന്നത്, എന്തുകൊണ്ട് വന്നു, അങ്ങനെയൊക്കെ പല പല ചോദ്യങ്ങൾ ആൾക്കാർക്കുണ്ടാവും. അത് ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പിന്നെ വന്നാൽ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ എല്ലാവർക്കും സ്വാഭാവികമായി ഇപ്പോഴും പരിചയമുള്ള കമൻസ് ഒന്നും തന്നെയല്ല, അല്ലാതെയും ഇപ്പം ആരോടെങ്കിലും ഇപ്പം നമുക്ക് അയ്യോ ഒരു കിഡ്നിയോ, എന്തുകൊണ്ട് ഒരു കിഡ്നി, എല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് ഒരു അസ്വാഭാവിക ചോദ്യമൊന്നുമല്ല. എല്ലാവർക്കും ഒരു കിഡ്നി ജന്മന ഉള്ളതാണോ, അങ്ങനെ പല പല ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അതിന് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഞാൻ ഉത്തരം തരേണ്ടതാണല്ലോ. പുതിയ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും പഴയ സബ്സ്ക്രൈബേഴ്സിന് എന്തുകൊണ്ടൊരു റീസൺ അറിയാത്തവർക്കും ഒക്കെ ഞാൻ ഒരു എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതോട് നിങ്ങൾക്ക് ഒരു പരിപൂർണ ചിത്രം കിട്ടും. അപ്പോൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് എന്താണ് ഗുണം ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇത് കൊണ്ട് ഈ ഇങ്ങനത്തെയൊക്കെ അസുഖം നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ അതിനിങ്ങനെയൊക്കെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് സജസ്റ്റ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതൊക്കെയാണ്. അല്ലാതെ എൻ്റെ അസുഖത്തെപ്പറ്റി അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലല്ലോ. പിന്നെ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും കാണും. അപ്പം അങ്ങനെയും കൂടെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എങ്ങനെയാണ് ഓരോന്നും ഡിറ്റക്ട് ചെയ്തത്, എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് കാര്യമായ ചർച്ചയിലോട്ട് അല്ലെങ്കിൽ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഓരോ വർഷങ്ങളിൽ ഓരോന്ന് വന്നുകൊണ്ട് എനിക്കെല്ലാം കറക്റ്റായിട്ട് ഓർത്തെടുക്കാൻ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാൻ വിട്ടുപോകാതിരിക്കാൻ ഞാൻ ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ചുമ്മാ വ്ളോഗ്സിൽ എന്തെങ്കിലും പറയുന്ന പോലെ ഇത് ചുമ്മാ ബ്ലാ അടിക്കാൻ പറ്റത്തില്ല, കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയണ്ടേ. അപ്പോൾ ഫസ്റ്റ്, എനിക്ക് 2017 ഗോൾ ബ്ലാഡറാണ് ഫസ്റ്റ് എനിക്ക് സർജറി. മറ്റേ സിസേറിയനൊക്കെ ആദ്യമേ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സർജറി ചെയ്യുന്നത് ഗോൾ ബ്ലാഡർ റിമൂവലാണ്. അത് എങ്ങനെയാണ് ഗോൾ ബ്ലാഡർ റിമൂവൽ ചെയ്യേണ്ടി വന്നത്? സ്റ്റോൺ ഉള്ളത് കൊണ്ടാണ്. അതെങ്ങനെ തിരിച്ചറിഞ്ഞു എന്നാണ് ഇനിയും എപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യം. എങ്ങനെ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു? പിന്നെ അത് കഴിച്ച് കളഞ്ഞാൽ പോരെ, അതിന് റിമൂവ് ചെയ്യേണ്ട കാര്യം എന്താ, അങ്ങനെയൊക്കെയാണ് ഡൗട്ട് വരിക. അപ്പം എനിക്ക് വേദന എങ്ങനെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വയറിലൊരു വേദന വല്ലപ്പോഴൊക്കെ വരുമായിരുന്നു. ഞാനിങ്ങനെ പുറത്തു നിന്നൊക്കെ വീക്കെൻഡ് അവിടെ ഷാർജയിലായിരുന്നപ്പോഴാണല്ലോ, അപ്പോൾ വീക്കെൻഡ്സൊക്കെ എനിക്ക് തൊണ്ടയിൽ കുറച്ചുകൂടെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒച്ചയിലൊരു കിരിയിരിപ്പ്. അപ്പോൾ അതിനെ ക്ഷമിക്കുക, ഒരു വല്ലാത്ത ഒച്ചയായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ വീക്കെൻഡൊക്കെ ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുമ്പം കുറച്ചൊന്ന് വയറുവേദന വരുമായിരുന്നു. ഇങ്ങനെ വെച്ചാൽ രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത പോലെ വയറുവേദന വരും. അപ്പം ഇങ്ങനെ ചേച്ചിയോടൊക്കെ വിളിച്ചു ചോദിക്കുമ്പം ഗ്യാസിൻ്റെ മരുന്നൊക്കെ കഴിച്ചാൽ മതി, അങ്ങനെ ഗ്യാസിൻ്റെ മരുന്നൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുമല്ലോ ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും, എന്തെങ്കിലും ഹെവി എന്ന് വെച്ചാൽ മെയിൻലി ഹെവി ഫുഡ് കഴിക്കുമ്പോഴാണ് വന്നുകൊണ്ടിരുന്നത് വീക്കെൻഡ്സിൽ. അപ്പം ഞാൻ ഇടയ്ക്കിങ്ങനെ റെഗുലറായിട്ട് എല്ലാ വീക്കെൻഡ്സിലൊന്നുമില്ല, വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെ ആണെങ്കിൽ ഹെവി വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന, ഉറങ്ങാൻ പറ്റാത്ത പോലെ ഞാനിങ്ങനെ വേദന എടുത്ത് കുത്തിയിരുന്ന് കരയുന്ന വേദന. കുറേ പെയിൻ കില്ലേഴ്സ് കഴിക്കും, ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കും, ഉരുളിയിലിങ്ങനെ പുറകിലൊക്കെ തട്ടി അങ്ങനെ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന പോലെ വേദന. പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ ആകുമ്പം രാവിലെ ആകുമ്പോൾ അങ്ങ് പോവും, ഓക്കെ ആവും. ഞാൻ കുറേ നടന്നു, അങ്ങനെയൊക്കെ രാവിലെ ആകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വേദന പോവും. പിന്നെ അതിനെ അങ്ങ് വിടും, കാര്യമാക്കാറില്ല. അങ്ങനെ ഒരു 2-3 മാസം അങ്ങനെ പോയി. പിന്നെ ആ ഇയർ തന്നെ 2017 തന്നെ നാട്ടിൽ നമ്മൾ ജൂലൈ ഓഗസ്റ്റ് വെക്കേഷനാണല്ലോ നാട്ടിൽ വരുന്നത്.
നാട്ടിൽ വന്നപ്പോഴും ഇതേപോലെ ഞങ്ങൾ പുറത്തു പോയി ഫുഡ് ഒരു പ്രാവശ്യം കഴിച്ചു. ആ റെസ്റ്റോറൻറ്റിന് ഇപ്പോഴും മറക്കത്തില്ല. ഒരു ദുബായ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നേ. ആ റെസ്റ്റോറൻറ്റിൽ പോയി ഇതേപോലെ നല്ലപോലെ ഫുഡ് അടിച്ച് കയറ്റി. എന്നിട്ട് വീട്ടിൽ വന്ന് അന്ന് രാത്രിയിലും ഭയങ്കര വേദന. മുരളിയുടെ വീട്ടിൽ അന്ന് രാത്രി മുകളിൽ കിടന്നിട്ടിങ്ങനെ, മുകളിലാണ് ഞങ്ങളുടെ റൂം, ഭയങ്കര വേദന, സഹിക്കാൻ വയ്യാത്ത വേദന, അലറിക്കരയില്ലേ അങ്ങനത്തെ. ഞാനിങ്ങനെ ഒരുവിധം ടോളറേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല, ഭയങ്കര വേദന. അവസാനം രാത്രിയിൽ ഇതേപോലെ ഭയങ്കരമായിട്ട് അത് പിന്നെ രാവിലെ ആയപ്പോൾ വേദന പോയപ്പം ഓക്കെ. പക്ഷെ ഇപ്രാവശ്യം നാട്ടിലല്ലേ എന്തെങ്കിലും ചെയ്യണം. അവിടെ എറണാകുളത്ത് ആരെയും കാണിച്ചില്ല, ഇവിടെ ആരെയും കാണിച്ചില്ല. ട്രിവാൻഡ്രത്ത് PRS ട്രിവാൻഡ്രത്ത് പപ്പ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലാണ് PRS ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പം ആരെങ്കിലും കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പകുതി ദിവസം ട്രിവാൻഡ്രത്തും അമ്മയുടെ അടുത്തും പകുതി ദിവസം മുരളിയുടെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും അങ്ങനെയാണ് നാട്ടിൽ അവധിക്ക് വരുമ്പോൾ നിന്നുകൊണ്ടിരുന്നത്. അപ്പം അത് മുടങ്ങാതിരിക്കാനായിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന ദിവസമായിരുന്നു. അതുകൊണ്ടാണ് പിറ്റേന്ന് അങ്ങ് പോയത്. അതിനൊരു ബ്രേക്ക് വരണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്താണ് കേട്ടോ എപ്പോഴും ചെയ്യുന്നത്. പിറ്റേ ദിവസം ട്രിവാൻഡ്രത്തിന് പോയപ്പം അമ്മ അവിടെ ഉള്ളൊരു പരിചയമുള്ള PRSലൊരു റേഡിയോളജിസ്റ്റിനെ തന്നെ വിളിച്ച് പുള്ളിയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അവിടെ പോയി അബ്ഡോമൻ അൾട്രാസൗണ്ട് ചെയ്തു. അപ്പം പുള്ളി ഇതേപോലെ അൾട്രാസൗണ്ട് ചെയ്തപ്പോഴാണ് കിഡ്നിയിൽ ഇതേപോലെ സ്റ്റോണുണ്ട്. അപ്പോൾ കുറച്ചധികം സ്റ്റോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം സ്റ്റോണും ഉണ്ട്. അപ്പം കിഡ്നിയിൽ ഗോൾ ബ്ലാഡറിൽ സ്റ്റോണുണ്ട്, കിഡ്നിയിലും ഒരു സിസ്റ്റ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്തപ്പം. അപ്പം സിസ്റ്റിൻ്റെ സൈസ് കുറച്ച് ഇതാണ്. സ്റ്റോണും കുറേ സ്റ്റോണുണ്ട്. അപ്പോൾ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യാതെ പറ്റില്ല, കാരണം കുറച്ച് അധികം സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു. സാധാരണ ഇങ്ങനെ നമ്മൾ കരിയിച്ചുകള അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ പോകുന്ന സ്റ്റോണൊന്നുമല്ല, കുറച്ച് വലിപ്പമുള്ള സ്റ്റോണുകളാണ്. അപ്പം ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവിടെ അൾട്രാസൗണ്ട് ചെയ്തപ്പം. പിന്നെ അവിടെ തന്നെ ഒരു ഡോക്ടർ കൃഷ്ണനായർ എന്ന് പറഞ്ഞ് പപ്പയുടെ ഫ്രണ്ട് തന്നെയാണ് പുള്ളി. പപ്പ ഉണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്ന ഡോക്ടറാണ്. കൃഷ്ണനായർ അങ്കിളിനെ പോയി കണ്ട് പുള്ളി തന്നെ സർജറി ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഗോൾ ബ്ലാഡർ റിമൂവൽ പ്രോസസ് ചെയ്തു. അപ്പം കിഡ്നിയിൽ ഞങ്ങൾ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം മറ്റേ എന്ത് ഡോക്ടറാണ്, മറ്റേ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ അരുൺ പരീത് എന്നാന്ന് തോന്നുന്നു, ഗ്യാസ്ട്രോ. അപ്പം പുള്ളിയും കൂടെ 2 ഡോക്ടേഴ്സും കൂടെ ഒരുമിച്ച് നിന്നാണ് അന്ന് സർജറി ചെയ്തത്. കാരണം കിഡ്നിയുടെ ഇതും കൂടെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അവർ അതിൻ്റെ തൊട്ട് മുമ്പേ സർജറിയുടെ 2 ദിവസം മുന്നേ MRI ചെയ്തു. MRI ചെയ്തപ്പം അതിൻ്റെ റിസൾട്ട് തലേദിവസമായപ്പോൾ വന്നു. സർജറിയുടെ അന്ന് രാവിലെ അങ്ങോട്ട് വന്നു. ബയോപ്സിക്ക് ഇതല്ല. ഇപ്പം വന്നപ്പോൾ അതിനകത്ത് എന്തോ 3rd ഗ്രേഡ് എന്നെങ്ങാണ്ട്. അപ്പം ഞാൻ റിസൾട്ട് കണ്ടില്ല. മുരളിയുടെ പറഞ്ഞത് സർജറിയുടെ രാവിലെ എങ്ങാണ്ടാണ് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാണ് റിസൾട്ട് റൂമിൽ കിട്ടിയത്. മുരളിയുടെ എന്തോ ഇങ്ങനെ grade 3 എന്തോ ഇതൊന്ന് കാണിക്കുന്നുണ്ട്. മുരളിയുടെ അമ്മേ മാലിഗ്നൻസി ഉണ്ടെന്നൊരു ഡൗട്ട് വന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഏതായാലും അവർ സർജറിയുടെ സമയത്ത് അത് സ്ക്രേപ്പ് ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കാനായിട്ട് ശരിക്കും. പക്ഷെ അപ്പം തന്നെ ആ ഒരു ഗ്രേഡ് ഇതെന്ന് കാണുമ്പോഴത്തേക്കും അത് റിമൂവലായിരുന്നു ആക്ച്വലി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതങ്ങനെ സ്ക്രേപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ ഒത്തിരി ബ്ലഡ് ഊസ് ഔട്ട് ചെയ്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ ബ്ലഡ് സ്പ്രെഡ് ചെയ്ത് ക്യാൻസറസ് ഇതായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റൊമക്കിലോട്ട് ഫുള്ള് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ സമയത്ത് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നായിരുന്നു പിന്നെ ഞങ്ങൾ ഡോക്ടർ ഗംഗാധരനെ കണ്ടപ്പോൾ പറഞ്ഞത്. അത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്ന് അറിയത്തില്ല. നമ്മൾ പപ്പ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ അങ്ങനെ ഫുള്ളൊരു നല്ല ഇത് കെയർ കിട്ടും എന്നുള്ള ഇതിലാണ്. പക്ഷെ എന്തോ അവർക്കൊരു എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ പറ്റി. അങ്ങനെ ബയോപ്സിക്ക് റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തു. എന്നാലും ഇതിനകത്ത് ഒരു എഴുതിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ബയോപ്സി റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ബയോപ്സി റിസൾട്ട് പുള്ളിയുടെ അങ്ങ് തിരിച്ച് ദുബായിക്കൊക്കെ പോയി ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ അതിങ്ങനെ മാലിഗ്നൻ്റ് ആണ്. അപ്പം പിന്നെ ഡോക്ടർ ഗംഗാധരനെയൊക്കെ റിസൾട്ട് ഇങ്ങനെ അവിടുത്തെ അങ്ങനെ മുരളിയുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ് ഡോക്ടർ ഗംഗാധരൻ. അപ്പം പുള്ളി റിസൾട്ടൊക്കെ കൊണ്ട് കാണിച്ച് പുള്ളി പറഞ്ഞു ഉടനെ തന്നെ കിഡ്നി റിമൂവ് ചെയ്യണം, കാരണം ഇത് സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവിടെ ഫുള്ള് മാലിഗ്നൻ്റ് ഇതായതുകൊണ്ട് അത് നല്ല പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്
സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ഗോൾ ബ്ലാഡർ സർജറി കഴിഞ്ഞ് 3 വീക്സിനകം ഞാൻ എറണാകുളത്ത് വന്ന് ലേക്ക് ഷോറിൽ വന്ന് അവിടെ ഡോക്ടർ ജോർജ് എബ്രഹാം എന്ന് പറഞ്ഞിട്ട് ന്യൂറോളജിസ്റ്റിനെ കണ്ട് പുള്ളി തന്നെ പറഞ്ഞു, അയ്യോ അതെന്താ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിച്ചു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ മറുപടി ഇല്ലായിരുന്നു. അവിടെ ഈ ഡോക്ടർ ഗംഗാധരൻ തന്നെ റെഫർ ചെയ്തതാണ്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എന്നെ ഇത് ചെയ്തു. കിഡ്നി അങ്ങനെ ഫുൾ നെഫ്രക്ടമി, പാർഷ്യലല്ല ഫുൾ നെഫ്രക്ടമി എന്നാണ് പറയുന്നത്. പാർഷ്യലും ചെയ്യും ഫുള്ളും ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ കിഡ്നി ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെയാണ് നെഫ്രക്ടമി അവിടെ ചെയ്ത് ഫുൾ കിഡ്നി റിമൂവ് ചെയ്തതിൻ്റെ റീസൺ അതാണ്. അതവിടെ സ്ക്രേപ്പ് ചെയ്ത് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ ഒരു റീസൺ കൊണ്ട് കിഡ്നി ഫുൾ റിമൂവ് ചെയ്യേണ്ടി വന്നു. അതാണ്. അപ്പം 3 വീക്സിനകം 2 സർജറി ചെയ്തു. കിഡ്നി റിമൂവ് ചെയ്തു, ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തു. ആക്ച്വലി സ്ക്രേപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ പാർഷ്യൽ നെഫ്രക്ടമി ഒക്കെ ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം പറ്റിയതുകൊണ്ടാണ്. പിന്നെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടേഴ്സ് എല്ലാ സമയം ഒരേപോലെ അവർക്കും എറർ സംഭവിക്കാമല്ലോ, അതുകൊണ്ടായിരിക്കണം. പിന്നെ പപ്പ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലല്ലേ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാനാ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ. പിന്നെ ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ 6 മന്ത്സ് കൂടുമ്പോഴാണ് റിവ്യൂ കേട്ടോ. അപ്പം മാലിഗ്നൻസി അത് കഴിഞ്ഞ് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കിഡ്നി റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിപ്പം ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കിഡ്നി റിമൂവ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ കുറേ പേരുടെ കമൻസ് ഇടയ്ക്ക് കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വേറെ പ്രത്യേകിച്ച് നമുക്ക് ഗോൾ ബ്ലാഡർ ഇപ്പോൾ ഡൈജഷനൊക്കെയാണ് ശരിക്കും ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ ചെറിയ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ഗ്യാസ്ട്രൈറ്റിസും കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. നമ്മൾ ഒത്തിരി ഫാറ്റി ഫുഡൊന്നും കഴിക്കരുതെന്നാണ് ആക്ച്വലി പറയുന്നത്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഡയറ്റ് നോക്കുന്ന ആളൊന്നും അല്ല, പറ്റുന്ന പോലെയൊക്കെ നോക്കും. കാരണം എനിക്ക് ഇത്രയും സ്ട്രെസ്സൊക്കെ ഉള്ളത്, ഞാനൊരു സ്ട്രെസ് ഹീറ്ററാണ് ബേസിക്കലി. സാധാരണ എല്ലാവർക്കും സ്ട്രെസ്സ് വരുമ്പം വണ്ണം കുറയും. ഞാൻ സ്ട്രെസ്സ് വരുമ്പം ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. വിഷമം വരുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. സ്ട്രെസ് ഈറ്റിംഗ് കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ഒരാളൊന്നും അല്ല, കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യുന്ന എക്സസൈസ് കൊണ്ടാണ് മാനേജ് ചെയ്യുന്നത്. പിന്നെ കിഡ്നി റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ മാലിഗ്നൻസിക്കായിട്ട് വേറെ മെഡിസിൻസ് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഡോക്ടർ ഗംഗാധരൻ്റെ റിവ്യൂ 6 മന്ത്സ് കൂടുമ്പം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം അത് 4 മന്ത്സ് കൂടുമ്പോഴാണ്. എന്തുകൊണ്ട് 4 മന്ത്സ് കൂടുമ്പോഴെന്ന് ചോദിച്ചാൽ എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ചുമയുണ്ട്. അത് ലങ്സിലും ചെറിയൊരു നോഡ്സ് പോലുണ്ട്. അപ്പം ഡോക്ടർ എപ്പോഴും അവിടെയൊക്കെ പിടിച്ച് നോക്കാറുണ്ട്. അപ്പം ഇതുള്ളത് കൊണ്ട് ഇടയ്ക്ക് പെറ്റ് സ്കാനും ചെയ്യാറുണ്ട്. ഒരു 2-3 ഇയേഴ്സൊക്കെ കൂടുമ്പം പെറ്റ് സ്കാൻ ചെയ്യും. അപ്പം അതുള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ അതിപ്പം 4 മന്ത്സ് കൂടുമ്പോഴാക്കിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഹിസ്റ്ററക്ടമി ഒക്കെ ചെയ്യേണ്ടി വന്നില്ല. അപ്പം ആ ഒരു ഇതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തുകൊണ്ട് 4 മന്ത്സ് ആക്കിയെന്ന് ഡോക്ടറിനോട് ചോദിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവത്തെ പോലെ കാണുന്നൊരു മനുഷ്യനെ. അപ്പം ഡോക്ടർ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് ഡോക്ടർ ഗംഗാധരൻ്റെ അടുത്ത് പോകുന്നത്. ഡോക്ടർ ഭയങ്കര ഭയങ്കര സമാധാനം തരും ഡോക്ടറെ അടുത്ത് പോകുമ്പം. ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കും. ഡോക്ടറിന് അറിയാം എൻ്റെ മെൻ്റൽ ഇതൊക്കെ അറിയാം, സ്റ്റേറ്റൊക്കെ അറിയാം. ഡോക്ടർ ഇങ്ങനെ ഒത്തിരി ഇത് തരാറുണ്ട്, സംസാരിച്ച് ഒത്തിരി ആശ്വാസം തരാറുണ്ട്. അങ്ങനെ ഇപ്പം 4 മന്ത്സ് കൂടുമ്പോൾ റിവ്യൂക്ക് പോകാറുണ്ട് ഡോക്ടറിൻ്റെ അടുത്ത്. ഡോക്ടർ പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്യും. ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോകുമ്പോൾ ഡോക്ടർ പറയുന്ന അൾട്രാസൗണ്ട് ചെയ്യുക, ചുമയ്ക്ക് എക്സ്റേ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെറ്റ് സ്കാൻ ആണെന്ന് അത് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഓരോ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഡോക്ടറിന് പോയി റിസൾട്ട് കാണിക്കുക. അങ്ങനെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു മേജർ മാലിഗ്നൻസി. അതുകൊണ്ട് എനിക്ക് വേറെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പം ഇങ്ങനെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ലേക്ക് ഷോറിൽ ഡോക്ടർ ഗംഗാധരനെ കാണാൻ പോകുമ്പം നമുക്ക് ആ ഒരു ക്യാൻസർ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഒരു ദിവസം തന്നെ നമുക്ക് അവിടെ ചുറ്റിനും നോക്കിയാൽ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു മെൻ്റൽ സ്ട്രെസ്സാണ് ശരിക്കും. നമ്മുടെ ചുറ്റിനിരിക്കുന്ന ഫുൾ ക്യാൻസർ പേഷ്യൻസാണ്, മാലിഗ്നൻസി പേഷ്യൻസാണ്. നമുക്ക് ഞാനത് കൂടുതൽ ആലോചിക്കാൻ പോകാറില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മനസ്സാണ് എല്ലാം ഞാൻ എപ്പോഴും പറയുന്നത് കൊണ്ടാണ്. നമ്മൾ കൂടുതൽ അതിനോട് ഫോക്കസ് ചെയ്യാൻ പോയാൽ കൂടുതൽ നമ്മൾ മെൻ്റലി ഡൗൺ ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പം എൻ്റെ മൈൻഡൊക്കെ ചിലപ്പോൾ കൈവിട്ട് പോവും. ഞാൻ അങ്ങനെ ഒന്നും ആലോചിക്കാൻ കൂടുതൽ പോകാറില്ല. മൈൻഡ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ പോകുമ്പോഴും കൂടുതൽ ചിലപ്പോൾ ഒന്ന് വെളിയിൽ പോയി കാപ്പി കുടിക്കും, എന്തെങ്കിലും സ്നാക്ക് കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. കുറേ അങ്ങ് ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമുക്കതേ ഉള്ളൂ നമുക്ക് ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ്. അതിലോട്ട് അയ്യോ എനിക്ക് ഇങ്ങനെ വരുമോ, ഞാനൊരു മാലിഗ്നൻസി പേഷ്യൻ്റാണ്, അങ്ങനെ ഇങ്ങനെ കൂടുതൽ അങ്ങോട്ടങ്ങ് ചിന്തിക്കാൻ പോയാൽ
നമ്മുടെ മൈൻഡ് അതിലോട്ട് ആഴത്തിൽ ഇറങ്ങി നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലല്ലോ. അത് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. നേരെ മറിച്ച് നമ്മുടെ മൈൻഡ് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് വേറെ കുറച്ച് നമുക്ക് എന്താണ് ഡീവിയേറ്റ് ചെയ്ത് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ആ കാര്യങ്ങളോട്ട് മൈൻഡ് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് വിട്ടാൽ എന്തിനും സന്തോഷം കണ്ടെത്താൻ പറ്റും, അതിന് സന്തോഷം കണ്ടെത്തുക. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലോട്ട് ഞാൻ സന്തോഷം കണ്ടെത്തും, അത്രേ ഉള്ളൂ. ഡാൻസ് അല്ലെങ്കിൽ കുറച്ച് ഫുഡ്, അങ്ങനെ ഓരോ സിനിമ, അതൊക്കെയാണ് എനിക്ക് ഹാപ്പിനെസ് തരുന്നത്. അപ്പം ഞാനും മുരളിയേട്ടനും അവിടെ ചെല്ലുമ്പോഴും ഇപ്പം എന്നെ കണ്ടാൽ ഇതേപോലെ രോഗിയാണെന്നൊന്നും അവിടെ ഉള്ളവരും പറയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അവിടെ ഉള്ളവർ തന്നെ ആയിരിക്കും ഇവരെന്തിനാ ഈ ചെയറിൽ കുത്തിയിരിക്കുന്നത് വിചാരിക്കും, ബൈസ്റ്റാൻഡർ ആണോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ഡള്ളായിട്ടൊന്നും അവിടെ ചെന്ന് ഇരിക്കത്തില്ല. ഞാനും മുരളിയേട്ടനും കൂടെ എന്തെങ്കിലും സിനിമ കഥയൊക്കെ പറഞ്ഞായിരിക്കും. അങ്ങനെ ഭയങ്കര ഡള്ളായിട്ട് വിഷമിച്ചൊന്നും ഞങ്ങൾ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കത്തില്ല. ചില ദിവസം കുറച്ച് വിഷമമൊക്കെ വരും, എന്നാലും മാക്സിമം എനർജറ്റിക് ആയിട്ട് ഇരിക്കാനാണ് ശ്രമിക്കുക. ഡോക്ടറിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു വല്ലാതൊരു പാനിക് അറ്റാക്കൊക്കെ ഒരു പ്രാവശ്യം വന്നു. അത് ഞാൻ പറഞ്ഞില്ല, ചില പ്രാവശ്യം നമ്മൾ മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകുമ്പം പറ്റുന്നതാണ്. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അത് അങ്ങനെ ആയിപ്പോയി. പിന്നെ അതങ്ങ് പെട്ടെന്ന് ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞങ്ങ് മാറി. പിന്നെ അകത്ത് കയറി കുറച്ച് നേരം ഇതിരുന്നിട്ട് അങ്ങ് ഓക്കെ ആയി. അത് അങ്ങനെ ആയാൽ എൻ്റെ മൈൻഡ് തന്നെയാണ് കൂടുതൽ ഇത് പോകുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മാക്സിമം ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒത്തിരി സ്ട്രെസ് ഒരാൾക്ക് താങ്ങാൻ പറ്റില്ല. എനിക്കറിയാം എൻ്റെ മൈൻഡിന് എനിക്ക് താങ്ങാൻ പറ്റുന്നതിനും കൂടുതൽ സ്ട്രെസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡീവിയേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെയാണ് പ്രശ്നം. കാരണം ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ആ കുട്ടിത്തലയിലോട്ട് കയറുള്ളൂ. കുട്ടിത്തലയുടെ വലിയ തലയാണെങ്കിൽ അങ്ങനെ അതിപ്പോഴും പോന്നു. ഇപ്പം എനിക്ക് ഒന്ന് 2-3 മാസം മുന്നെയാണ് ഡോക്ടറെ അടുത്ത് പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഉണ്ട്, അടുത്ത മാസം കാണുന്നുണ്ട് ഡോക്ടറിൻ്റെ റിവ്യൂ. ഒരു പ്രാവശ്യം ലേറ്റായി, എനിക്ക് പോകാൻ മടിയായിട്ട് 8 മാസം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നില്ല പറഞ്ഞ് എനിക്ക് ഇതേപോലെ പോകുന്നൊട്ട് ഇഷ്ടമല്ല ആക്ച്വലി എനിക്ക് അവിടെ ചെക്കപ്പിന് പോകുന്നത്. അപ്പം ഞാൻ മുരളിയേട്ടനോട് കുറേ ബഹളം വെച്ച് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അവസാനം റിവ്യൂവിന് പോയപ്പം മുരളിയേട്ടനെ പിടിച്ചുകൊണ്ട് പോയി. 8 മാസം കഴിഞ്ഞു. ഡോക്ടർ മുരളിയേട്ടനെ നല്ല വഴക്ക് പറഞ്ഞു. ഇത് നിങ്ങളല്ലേ നോക്കേണ്ടത്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നല്ല വഴക്ക് കൊടുത്തു മുരളിയേട്ടൻ. അങ്ങനെ ഞാൻ വിചാരിച്ചാൽ ശരി ഇനി ഞാൻ പോകാമെന്ന് വിചാരിച്ചു, വെറുതെ മുരളിയേട്ടനെ വഴക്ക് ഏൽപ്പിക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ അടുത്ത നമുക്ക് ആ ടോപ്പിക്ക് നിർത്താം, അടുത്ത ഇതിലോട്ട് കിടക്കാം. അടുത്ത എൻ്റെ ഒരു മേജർ ഇപ്പോഴും ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് കേട്ടോ. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് 2018 അതും എന്നോട് ഡോക്ടേഴ്സൊക്കെ ചോദിക്കാറുണ്ട്, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വന്നത്, ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോയെന്ന് ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം എന്നുവെച്ചാൽ ഇത് കുറച്ചൊരു ഏജ്ഡ് ആയിട്ടാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. എൻ്റെ MRI ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആക്ച്വലി മേജർ ആക്സിഡൻറ്റ് ചെറുതിലെ എങ്ങാണ്ടൊരു കാർ ആക്സിഡൻറ്റ് പറ്റിയതായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണിട്ടുണ്ട് ട്യൂഷന് പോകുമ്പം. ഇതല്ലാതെ എൻ്റെ അറിവിൽ ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താ അങ്ങനെയെന്ന് അറിയത്തില്ല, ഇതുകൊണ്ട് സ്കൂട്ടറിൽ നിന്ന് വീണതുകൊണ്ട് സംഭവിച്ചാണോ എന്ന് അറിഞ്ഞുകൂടാ, എന്താണെന്നറിയത്തില്ല. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, നല്ല അസിന് മുട്ടുവേദനയുണ്ട്, ലെഫ്റ്റ് ലെഗിലാണ് നല്ല വേദന. അപ്പം അതിന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാം. അപ്പം ഇത് വരാതിരിക്കാൻ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നേരത്തെ വരാതിരിക്കാൻ നമുക്ക് നേരത്തെ മസിൽ സ്ട്രെങ്തനിങ് നന്നായിട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണ്. മസിൽ നല്ല സ്ട്രോങ് ആണെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പറഞ്ഞാൽ അവിടുത്തെ ടിഷ്യൂസ് ഭയങ്കര വീക്കാണ്. വീക്കുന്ന ടിഷ്യൂസ് ഇല്ല. എൻ്റെ ഇതൊക്കെ നോക്കും, MRI ഒക്കെ നോക്കുകയാണ്, ടിഷ്യൂസ് ഒട്ടും ഇല്ല. അതുകൊണ്ട് ആ കാർട്ടിലേജിൻ്റെ അവിടെ ഇങ്ങനെ ഒരഞ്ഞിട്ടാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നത്. ബോൺസ് തമ്മിൽ ഒരയാം, മുട്ടിൻ്റെ അവിടുത്തെ 2 ചിരട്ടകളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരയും. ആ ഇടയ്ക്ക് ആ ടിഷ്യൂ എന്ന് പറയുന്ന സാധനം ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പം ഒരു പ്രാവശ്യം 2018 തന്നെ ഷാർജ വെച്ചിട്ട് എനിക്ക് PRP എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്തത്. എൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ ബ്ലഡ് എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ട് അതിനകത്ത് പ്യുവർ ബ്ലഡ് മുട്ടിലോട്ട് ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്തു. അപ്പം കുറച്ച് ടിഷ്യൂസ് വളരും. അതൊരു 2 വർഷമൊക്കെ ലാസ്റ്റ് ചെയ്തു കേട്ടോ. വേദന അധികം ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് നല്ല കംപ്ലീറ്റ് വലിയ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരുന്നാൽ 3-4 വർഷമൊക്കെ ഇരിക്കും. ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വീണ്ടും അത് കൂടി. പിന്നെ അപ്പം ഞാൻ കാര്യമായിട്ട് ഡാൻസ് ഒന്നും ചെയ്തില്ലായിരുന്നു, പക്ഷെ കുറച്ച് നടക്കുകയൊക്കെ ചെയ്താലും കൂടി. നടന്നിട്ടൊക്കെ എന്തോന്ന് അപ്പം കൂടിയത്. ഈ മറ്റേ മുരളിയേട്ടൻ്റെ അവിടെ വീട്ടിലൊക്കെ നിന്നില്ലേ, അവിടെ സ്റ്റെപ്പായിരുന്നു.
ഞങ്ങൾ കോവിഡിൻ്റെ സമയത്ത് 6 മാസം അവിടെ വന്ന് നിന്നില്ലേ, അവിടെ സ്റ്റെപ്സ് ഞങ്ങളുടെ മുറി മുകളിലായിരുന്നു. അപ്പോൾ സ്റ്റെപ്പ് കയറാനും പാടില്ല, സ്റ്റെപ്പ് ഇറങ്ങാനും പാടില്ല, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങി അങ്ങനെ വീണ്ടും നാട്ടിൽ വന്ന് വീണ്ടും ഇവിടെ ലേക്ക് ഷോറിൽ ഡോക്ടറുടെ പേര് ഞാൻ വീണ്ടും മറന്നുമില്ല, ഡോക്ടർ ജേക്കബ് വർഗീസ്. ഡോക്ടർ ജേക്കബ് വർഗീസാണ് എൻ്റെ ഓർത്തോ ഡോക്ടർ. അപ്പം ഡോക്ടറിനെ ഇതിൽ വീണ്ടും BRP ചെയ്തു. 2020 വീണ്ടും BRP ചെയ്തു. അപ്പം അത് ചെയ്തിട്ട് ഒരു 2-3 വർഷം ലാസ്റ്റ് ചെയ്തു കേട്ടോ ആ പ്രാവശ്യത്തെ BRP. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 24 ചെയ്തത്. അത് SVF എന്ന് പറഞ്ഞൊരു സംഭവമാണ് ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ ഈ PRPയെക്കാളും കുറച്ചുകൂടെ കൊളാജനും ഒക്കെ കൂടി ഇതേപോലെ ബ്ലഡ് എടുത്തിട്ട് തന്നെ ചെയ്യുന്നതാണ്, പക്ഷേ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അത് ചെയ്തിട്ടാണ് ഇപ്പം തൽക്കാലം നിൽക്കുന്നത്. ഭയങ്കര വേദന നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡാൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വേദന വരുന്നത്. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, അതൊക്കെ പോകാൻ പറ്റും. ഈ ട്രീറ്റ്മെൻറ്റ് കുറേ പേര് ഇഞ്ചക്ഷൻ ഏതാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം SVF ആണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് പരിപാടി. വേദന പ്രിവെൻറ്റ് ചെയ്യാൻ അല്ല, വേദന കുറയ്ക്കാൻ. ഓക്കെ, പ്രിവെൻറ്റ് ചെയ്യാനല്ല, സോറി, വേദന കുറയ്ക്കാൻ. വേദന വരാതിരിക്കുകയാണെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്. പിന്നെ ഇപ്പോഴും ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ, മുട്ടിനുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്തില്ലെങ്കിലും എനിക്ക് വേദന നന്നായിട്ട് കൂടാറുണ്ട്. അപ്പം പിന്നെ ഡാൻസിന് പോകുന്നതും വാമപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. മുട്ടിനുള്ള എക്സസൈസും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കഥ അവിടെ. അങ്ങനെ 3 പ്രാവശ്യം അതിനുള്ള പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിന്നു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഹിസ്റ്ററക്ടമി എന്തുകൊണ്ട് ചെയ്തു. ഹിസ്റ്ററക്ടമി എന്തുകൊണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് അഡിനോമയാസിസ് എന്ന് പറഞ്ഞൊരു സംഭവം. അഡിനോമയാസിസ് എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് അല്ല കേട്ടോ, അത് രണ്ടും 2 സംഭവങ്ങളാണ്. എൻഡോമെട്രിയോസിസ് വേറൊരു ഇതാണെന്ന് തോന്നുന്നു. അഡിനോമയാസിസ് പറഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്ന ഒരു വോൾ തിക്കനിങ് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് എക്സാക്റ്റ് അത് എന്താണ് അതിൻ്റെ ടേം, ഈ മെഡിക്കൽ ടേം ഒന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. എനിക്കുണ്ടായിരുന്ന സിംറ്റംസ് ഞാൻ പറയാം. പിന്നെ ബൾക്കി യൂട്രസ് ആയിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നമ്മുടെ യൂട്രൈൻ വോളിൻ്റെ അവിടെ ഇൻഫെക്ഷൻ അതൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്ന സിംറ്റംസ്. പിന്നെ പീരീഡ്സിൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിങ്. എനിക്ക് തോന്നുന്നു ആ ഒരു 2022 ലാസ്റ്റ് 23 തുടക്കത്തിലൊക്കെ എനിക്കൊരു കണ്ടിന്യൂസ് ബ്ലീഡിങ്, ഇങ്ങനെ എന്നിങ്ങനെ പാഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, സിവിയർ പെയിന്. പിന്നെ ആദ്യം തന്നെ ഈ ഹിസ്റ്ററക്ടമിയൊക്കെ ചെയ്യുന്നതിന് മുമ്പേ മറ്റേ മറീന ഇട്ട് നോക്കി. ചിലർക്ക് മറീന കൊണ്ട് അത് എഫക്റ്റീവ് ആവും, മറ്റേ ബ്ലീഡിങ് ഒക്കെ നിന്ന് ഓക്കെ ആവും, പെയിനും മാറും. എനിക്ക് മറീന ഇട്ടിട്ട് ഞാൻ മറ്റേ ഒരു റിജിസ്ട്രോൺ എന്നാണെന്ന് തോന്നുന്നു ആ ഒരു ടാബ്ലറ്റും കഴിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ടും രക്ഷയില്ല, സ്റ്റോപ്പായില്ല. ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ മറീനയിട്ട് 4 മാസം വെയിറ്റ് ചെയ്യാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തു, രക്ഷയില്ല. പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഹിസ്റ്ററക്ടമി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹിസ്റ്ററക്ടമി ചെയ്യാമെന്നുള്ള ഡിസിഷനിലോട്ട് വന്നത്. ഓവറി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എൻ്റെ ഹിസ്റ്ററക്ടമി ചെയ്തേക്കുന്നത്. അങ്ങനെ ഓവറീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡോക്ടർ നോക്കാമെന്ന് പറഞ്ഞിരുന്നു. ഹിസ്റ്ററക്ടമി ചെയ്യാൻ നേരത്ത് ഓവറീസൊക്കെ ഓക്കെ ആണ്, ഓവറീസ് എന്താ സ്ട്രോങ്ങോ കറക്റ്റ് എന്താ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഓവറീസിന് വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു. അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹിസ്റ്ററക്ടമി ചെയ്തത് 2023 ജാനുവരിയിലായിരുന്നു എന്ന് തോന്നുന്നു. അതെ, 2023 ജാനുവരിയിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഹിസ്റ്ററക്ടമി ചെയ്തത്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഹിസ്റ്ററക്ടമി കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ പേര് ഇങ്ങനെ ബാക്ക് പെയിൻ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, ചോദിച്ചായിരുന്നു. എനിക്കിങ്ങനെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ മുട്ടുവേദനയൊക്കെ എനിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വരുന്നത്. കാരണം എൻ്റെ ഈ ഞാൻ പറഞ്ഞില്ലേ ടിഷ്യൂസ് പൊതുവെ കുറവായതുകൊണ്ടാണ് എനിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നത്. ഹിസ്റ്ററക്ടമിയുടെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടല്ല. ഹിസ്റ്ററക്ടമി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ആക്ച്വലി നന്നായിട്ടാണ് തോന്നിയത്. കാരണം ചിലപ്പോൾ ഈ ഹോട്ട് ഫ്ലാഷസ് നമുക്ക് ചൂടെടുക്കുക ആ പ്രശ്നം തോന്നാറുണ്ട്. പിന്നെ ഓവറീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അത് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും ഇതുകൊണ്ടാണ് ഇത് വരുന്നത്, അങ്ങനെ തോന്നുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ടോ, ഭയങ്കര ചിലപ്പോൾ ഭയങ്കരമായിട്ട് തണുക്കും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഹിസ്റ്ററക്ടമി കഴിയുകൊണ്ടായിരിക്കും ഇതൊക്കെ തോന്നുന്നത്. അത് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഹിസ്റ്ററക്ടമി കഴിഞ്ഞതുകൊണ്ടില്ല കേട്ടോ. അതിന് മുമ്പ് ആക്ച്വലി എനിക്ക് യൂറിൻ ഇൻകോണ്ടിനൻസ് ഉണ്ടായിരുന്നു ഹിസ്റ്ററക്ടമിക്ക് മുന്നേ. അതിങ്ങനെ ബൾക്കി യൂട്രസ് ആയിരുന്നത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഹിസ്റ്ററക്ടമി കഴിഞ്ഞപ്പം ആ യൂറിൻ ഇൻകോണ്ടിനൻസ് മാറി. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഭയങ്കര ഹെവി കോഫൊക്കെ വരുമ്പോഴത്തേക്കും
യൂറിൻ ഇൻകോണ്ടിനൻസ് വരും. ഭയങ്കര ചുമ ഒക്കെ വരുമ്പോഴത്തേക്ക് യൂറിൻ ഇൻകോണ്ടിനൻസ് ഉണ്ടാവാറുണ്ട്. അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം എനിക്കിപ്പം നല്ല ചുമയുണ്ട്. നല്ല ചുമ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഒരാഴ്ചയൊക്കെ ചുമച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ മസിൽസൊക്കെ വീക്കാവും. മസിൽസ് വീക്കാകുമ്പോൾ യൂറിൻ ഇൻകോണ്ടിനൻസ് വരും. കാരണം ചുമയ്ക്കുമ്പോഴത്തേക്കും യൂറിൻ അറിയാതെ ഇങ്ങനെ പോകും. അത് ആ ചുമയ്ക്കുന്ന സമയത്ത് മാത്രം. അതിന് നമ്മൾ പാൻറ്റി ലൈനേഴ്സോ പാഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അത് ആ മസിൽസ് വീക്കാവുന്നത് കൊണ്ടാണ്. അത് ഹിസ്റ്ററക്ടമിയായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഹിസ്റ്ററക്ടമി ചെയ്തത് കൊണ്ട് എനിക്കല്ലാതെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉള്ളതായിട്ട് ഇതുവരെ പറയാനില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 years കഴിഞ്ഞു. 2023 തുടക്കത്തിലല്ലേ, ഓൾമോസ്റ്റ് 2 years കഴിഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഇല്ല, പറയാനില്ല. ടച്ച് വുഡ്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഹിസ്റ്ററക്ടമി കഴിഞ്ഞതുകൊണ്ട്. അതിന് ഫോളോ അപ്പ് ചെക്കപ്പും ഒന്നും തന്നെ ആവശ്യമില്ല. ഹിസ്റ്ററക്ടമി കഴിഞ്ഞു. അത് നമ്മൾ ഗൈനക്കോളജിസ്റ്റിന് വേറെ ഫോളോ അപ്പ് ഒന്നും തന്നെ ആവശ്യമില്ല. ഇതൊക്കെയാണ് എനിക്ക് ഉള്ള ഹെൽത്ത് ഇഷ്യൂസ്. അപ്പം നിങ്ങൾ പിന്നെ ഇപ്പോൾ ഞാൻ മെഡിക്കേഷൻസ് കഴിക്കുന്നത്, ഞാൻ BP കഴിക്കുന്നുണ്ട്, പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, മൈഗ്രെയിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ആൻസൈറ്റി ഇഷ്യൂസിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനത്തെ മെഡിക്കേഷൻസൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ പറഞ്ഞത് ഇതിനൊന്നും ഞാൻ വേറെ ഈ പറഞ്ഞ അസുഖങ്ങൾക്കൊന്നും വേറെ മരുന്ന്. പിന്നെ വൈറ്റമിൻസ് അതൊക്കെ ഇടയ്ക്ക് എടുക്കാറുണ്ട്. വിറ്റമിൻ D ഇടയ്ക്ക് എടുക്കാറുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. വൈറ്റമിൻ D ഒക്കെ നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും മൾട്ടി വൈറ്റമിനോ അങ്ങനെ മൾട്ടി വൈറ്റമിൻ സിങ്കോവിറ്റ് നല്ലതാണ്. ഞാൻ എടുക്കുന്നതിനോട് കുറേ പേര് ചോദിച്ചു ഏതാണ് ചേച്ചി കഴിക്കുന്ന മൾട്ടി വൈറ്റമിൻ. സിങ്കോവിറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്, ഡെയിലി കഴിക്കുന്നുണ്ട്. സിങ്കോവിറ്റ് ഒരു 3-4 മാസം കഴിക്കും. ചിലപ്പോൾ അത് നിർത്തിയിട്ട് വൈറ്റമിൻ E കഴിക്കും. ഇതൊക്കെയാണ് ഞാൻ മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്ന ടാബ്ലറ്റ്സ് കേട്ടോ. ഓക്കെ. പിന്നെ കുറേ പേരോട് ചോദിച്ചു എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടോയെന്ന്. ഫാറ്റി ലിവർ ഇല്ല കേട്ടോ. ഇനി അതും കൂടെ ഇല്ല ഉള്ളൂ. ഇനി അതും കൂടെ ഉണ്ടാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഇല്ല, അതൊന്നും ഇനി ഉണ്ടാവില്ല. നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഫാറ്റി ലിവർ ഇല്ല. പിന്നെ ഫാറ്റി ലിവറിന് എന്താണ് സൊല്യൂഷൻ ചോദിച്ചിട്ട്, ഫാറ്റി ലിവറിന് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ ഹോം റെമഡി എനിക്ക് പറയാനുള്ളത്, ഫാറ്റി ലിവറിന് ഞാൻ കേട്ടിട്ടുള്ളത് മുരളിയുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. മുരളിയുടെ നേരത്തെ കുറച്ച് വെയിറ്റ് കൂടിയിരുന്നില്ലേ. ഇപ്പം നല്ല ട്രിമ്മായിട്ടാണ് മുരളിയുടെ ഇരിക്കുന്നത്. വെയിറ്റ് കൂടിയ സമയത്ത് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നല്ല കൺട്രോൾഡാണ്. അപ്പം ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഫാറ്റ് ലിവർ കുറയ്ക്കാനായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് നല്ലപോലെ കുറയ്ക്കുക, പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യുക, ഡയറ്റിൽ എക്സസൈസ് ചെയ്യുക. അപ്പം ഇതാണ് ഫാറ്റ് ലിവർ ഉള്ളവർ അത് മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ തന്നെ നമുക്ക് മെഡിസിൻ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഫാറ്റ് ലിവർ ഉള്ളവർക്ക്. ഇപ്പം കാർബോഹൈഡ്രേറ്റ് നല്ലപോലെ ഫുഡിൽ നിന്ന് കുറയ്ക്കുക, പ്രോട്ടീൻ കൂട്ടുക, എക്സസൈസ് ചെയ്താൽ മതി. അത് താനെ കുറഞ്ഞോളൂ. ഒരു മെഡിസിൻ്റെയും ആവശ്യമില്ല ഫാറ്റ് ലിവറിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ നിങ്ങളൊക്കെ ചോദ്യങ്ങൾ ഞാൻ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ആൻസർ തരാം കേട്ടോ. അപ്പോൾ ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയെന്നാണ്, ഞാൻ വെറുതെ എൻ്റെ അസുഖത്തെ പറ്റി പറയല്ല, നിങ്ങൾക്കും യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.